ഏഷ്യയിൽ സംഘർഷം അതിരൂക്ഷമാകുന്നു. ഇറാനിലെ 2000 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി US അറിയിക്കുന്നു. രാജ്യത്ത് മരണസംഖ്യ 1000 കടന്നതായിട്ടാണ് റിപ്പോർട്ട്. 5402 പേർക്ക് പരിക്കേറ്റു. മരിച്ചതിൽ 181 പേർ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അതേസമയം ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. അജയ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇത് ഇറാൻ തുടങ്ങി വെച്ച യുദ്ധമാണ് എന്നത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ആക്രമണം അതിശക്തമായി തന്നെ US-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നതും കൂടി പറയുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പറഞ്ഞത് അതുതന്നെയാണ്. യുദ്ധം നാളുകളോളം നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ച് അധികം നാൾ ഉണ്ടാകുമെന്ന് നെതന്യാഹുവും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് ട്രംപ് പറയുന്ന ഒരു കാര്യം, ഇറാന്റെ കയ്യിൽ ആയുധങ്ങൾ കുറവാണ് എന്നത് പറയുന്നു. എന്നാൽ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്ന മറ്റു രാജ്യങ്ങളുമുണ്ട്. ഇന്ന് 5ാം ദിവസത്തിലേക്ക് എത്തുന്നു. എന്തായിരിക്കും ഇന്ന് കൂടുതലായി പ്രതീക്ഷിക്കേണ്ടത്? ആക്രമണം കൂടുതൽ കലുഷിതമായി തന്നെ പശ്ചിമേഷ്യയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മുന്നിലുള്ളത് ഈ ആക്രമണങ്ങളുടെ ഒരു വ്യാപ്തി സൂചിപ്പിക്കുന്ന ഒരു മാപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നോക്കാം. ഇതിൽ ഈ ചുവന്ന ഡോട്ടുകളുള്ളത് ഇറാനകത്ത് US-ഉം ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, പ്രധാനമായിട്ടും വടക്കൻ മേഖലകളും വടക്ക് പടിഞ്ഞാറൻ മേഖലകളും കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലായിട്ടും US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണം. കാരണം ഇവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ സർക്കാർ ഓഫീസുകൾ, അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ടെഹ്റാനിൽ തന്നെ നിരവധി ഡോട്ടുകൾ കാണാൻ സാധിക്കും. ടെഹ്റാനിൽ എപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സജീവമായി തന്നെ നിരവധി ഇപ്പോൾ ഡ്രോൺ അറ്റാക്കുകളാണെങ്കിലും മിസൈൽ അറ്റാക്കുകളാണെങ്കിലും ടെഹ്റാനിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ മേഖലകൾ പലയിടത്തും ഇപ്പോഴും സംഘർഷം രൂക്ഷമാണ്. പിന്നെ തെക്കൻ മേഖലകൾ നോക്കുകയാണെങ്കിൽ അവിടെയും സംഘർഷം ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ വടക്കൻ മേഖലകളിലായിരുന്നു കൂടുതൽ ആക്രമണം. ഇപ്പോൾ തെക്കൻ മേഖലകളിലും ഈ ആക്രമണം വ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു മിനാബ് എന്ന് പറയുന്ന നഗരത്തിൽ ഒരു സ്കൂളിൽ ആക്രമണം നടന്നതിൽ അതിൽ നിരവധി പെൺകുട്ടികൾ ഉൾപ്പെടെ മരിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അതൊരു തെക്കൻ നഗരത്തിലായിരുന്നു ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഇതിൽ ഈ നീല ഡോട്ടുകളിൽ കാണുന്നത് മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ നീല ഡോട്ടുകളിൽ കാണുന്നത്. അതായത് വിവിധ US സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ US എംബസികൾ, US കോൺസുലേറ്റുകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ നീല ഡോട്ടുകളിൽ കാണുന്നത്. ഇത് ഇറാനിൽ നിലവിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങളെ അപേക്ഷിച്ച് ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ വ്യാപ്തി കുറവാണെങ്കിലും ഇതും കടുത്ത രീതിയിൽ തന്നെയുണ്ട്, നിരവധി ആശങ്കയുണ്ടാക്കുന്നതാണ്. പല രാജ്യങ്ങളിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ്